നമസ്കാരം. പ്രധാന വാർത്തകൾ. കുണ്ടറ പോക്സോ കേസിൽ പ്രതിക്ക് 3 ജീവപര്യന്തം ശിക്ഷ വിധിച്ച കോടതി. 11ഉം 13ഉം വയസ്സുള്ള കുട്ടികളെ പീഡിപ്പിച്ചത് മുത്തച്ഛൻ. പീഡനത്തിൽ മനംനൊന്ത് 11കാരി തൂങ്ങി മരിച്ചെന്നും കേസ്. ശിക്ഷ വിധിച്ചത് കൊട്ടാരക്കര അതിവേഗ കോടതി. ആൺസുഹൃത്തിന്റെ അതിക്രൂര പീഡനത്തിനിരയായ ചോറ്റാനിക്കരയിലെ പെൺകുട്ടി മരിച്ചു. പോക്സോ കേസ് അതിജീവിതയുടെ മരണം കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. പെൺകുട്ടി നേരിട്ടത് ലൈംഗികാതിക്രമവും ക്രൂരമർദ്ദനവും. പ്രതി അനൂപ് റിമാൻഡിൽ. ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിന്റെ കാരണം കണ്ടെത്താനാകാതെ പോലീസ്. കുടുംബത്തിന്റെ അന്ധവിശ്വാസം കൊലയ്ക്ക് കാരണമായെന്ന് സൂചന. സാമ്പത്തിക പ്രശ്നത്തിന് കാരണം കുഞ്ഞാണെന്ന് ജോത്സ്യൻ പറഞ്ഞെന്ന് അമ്മ ശ്രീതു. ജോത്സ്യൻ ശംഖുമുഖം ദേവിദാസിനെ ചോദ്യം ചെയ്ത് പോലീസ്. തൃപ്പൂണിത്തുറ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ അന്വേഷണം തുടങ്ങി. മകൻ അതിക്രൂരമായ റാഗിങ്ങിനിരയായിട്ടും സ്കൂൾ അധികൃതർ ഇടപെട്ടില്ലെന്ന് കുടുംബം. വിദ്യാർത്ഥിയോ കുടുംബമോ പരാതിപ്പെട്ടിരുന്നില്ലെന്ന് സ്കൂൾ മാനേജ്മെന്റ്. സ്കൂളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. മുനമ്പത്ത് പിടിയിലായ ബംഗ്ലാദേശികൾ 10 വർഷമായി കേരളത്തിൽ താമസിക്കുന്നവരെന്ന് പോലീസ്. വ്യാജ ആധാർ കാർഡ് സംഘടിപ്പിച്ചത് ബംഗാളിലെ ഏജന്റുമാർ വഴി. ഇവർക്ക് സഹായം നൽകിയവരെ കുറിച്ച് അന്വേഷണം. രാജ്യത്തെ സാമ്പത്തിക വളർച്ച കുത്തനിടിഞ്ഞെന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട്. 4 വർഷത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്ക്. നടപ്പ് സാമ്പത്തിക വർഷം 6.4% മാത്രം വളർച്ച. പണപ്പെരുപ്പം 4.6% കുറഞ്ഞു. രാഷ്ട്രപതി പാർലമെന്റിൽ പ്രസംഗിച്ച് തളർന്നെന്ന സോണിയാഗാന്ധിയുടെ പരാമർശം വിവാദത്തിൽ. പരാമർശം രാഷ്ട്രപതിയുടെ ഓഫീസിന്റെ അന്തസ്സിനെ ബാധിക്കുന്നതെന്ന് രാഷ്ട്രപതി ഭവൻ. സോണിയയ്ക്ക് ഫ്യൂഡൽ മനോഭാവമെന്ന് BJP. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. പൊതുബജറ്റ് നാളെ. സ്വർണവില കുതിച്ചുയരുന്നു. പവൻ 61,840 രൂപയായി. ഇന്ന് 960 രൂപ കൂടി. ഒരു മാസത്തിനിടയിൽ വർധന 4,640 രൂപ. രഞ്ജി ട്രോഫിയിൽ കേരളം ക്വാർട്ടർ ഫൈനലിൽ. ബീഹാറിനെ പരാജയപ്പെടുത്തിയത് ഇന്നിംഗ്സിനും 169 റൺസിനും. 2018 ശേഷം നോക്കൌട്ട് റൗണ്ടിൽ കേരളം എത്തുന്നത് ആദ്യം. വിശദമായി നോക്കാം. കൊല്ലം കുണ്ടറ പോക്സോ കേസിൽ പ്രതിയായ മുത്തച്ഛന് 3 ജീവപര്യന്തം ശിക്ഷ. കൊട്ടാരക്കര അതിവേഗ കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. 2017 പീഡനത്തിന് പിന്നാലെ 11 വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്ത കേസിലാണ് വിധി. വിനേഷ് കുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ. വിനേഷ്, മുത്തച്ഛൻ പ്രതിയായ കേസാണ്. കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. ഇപ്പോഴത്തെ വിധിയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായും കോടതി നിരീക്ഷണം? കോടതിയുടെ വിധി എന്താണ്? പ്രമാദമായ ഒരു കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. കൊല്ലം കുണ്ട്രയിൽ ലൈംഗിക പീഡന കേസിൽ പ്രതിയായ മുത്തച്ഛന് 3 ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. കൊട്ടാരക്കര അതിവേഗ കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. പീഡനം സഹിക്കാനാവാതെ പെൺകുട്ടി പിന്നീട് ആത്മഹത്യ ചെയ്ത സംഭവമാണ് കേസ്. കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടിരുന്നു. പീഡനത്തിന്റെ ഉത്തരവാദിത്വം കുട്ടിയുടെ പിതാവിന്റെ കയ്യിൽ കെട്ടിവെക്കാനും ഈ പ്രതി ശ്രമിച്ചിരുന്നു എന്ന് കോടതി കണ്ടെത്തി. ഇപ്പോൾ 2017 ജനുവരി 15 ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി അഞ്ജു മീരയാണ് കേസിൽ വിധി പറഞ്ഞത്. ജീവപര്യന്തം ശിക്ഷയാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. ഭവ്യ. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം ചോറ്റാനിക്കരയിൽ സുഹൃത്തിൽ നിന്ന് അതിക്രൂര പീഡനമേറ്റ പെൺകുട്ടി മരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു പെൺകുട്ടി. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നാളെ നടക്കും. നവമി ദിനേശ് നൽകും കൂടുതൽ വിവരങ്ങൾ. നവമി, പോക്സോ കേസ് അതിജീവിതയാണ് ഇപ്പോൾ അതിക്രൂര പീഡനത്തിനിരയായി മരിച്ചത്. ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ കിടന്ന് ജീവന് വേണ്ടി ആ പെൺകുട്ടി ഒക്കെയാണ് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആ പെൺകുട്ടി മരിച്ചു എന്നുള്ള ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് വന്നത്. എന്താണ് വിശദാംശങ്ങൾ?
ഭവ്യ, കഴിഞ്ഞ 5 ദിവസമായി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു പെൺകുട്ടി. ശനിയാഴ്ച രാവിലെ രാത്രി നടന്ന സംഭവമാണ് ഈ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ഞായറാഴ്ച വൈകിട്ടാണ്. അപ്പോഴാണ് ബന്ധുക്കളും കുട്ടിയുടെ മാതാവടക്കം കുട്ടി ഇത്രയും ഗുരുതരമായിട്ടുള്ള നിലയിൽ കണ്ടെത്തിയത്. അന്നു മുതൽ വെന്റിലേറ്ററിൽ തന്നെയാണ്, മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല, അബോധാവസ്ഥയിൽ തന്നെയാണെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ഇത് കുട്ടിയുടെ നില പുരോഗമിക്കുന്നതിനൊക്കെ വലിയ കാലതാമസം ഉണ്ടാകും, ഒന്നും പറയാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു ഡോക്ടർമാർ വ്യക്തമാക്കിയത്. അതിനിടയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് 3:30 മണിയോടുകൂടി പെൺകുട്ടി മരിച്ചു എന്ന ആശുപത്രിയിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നത്. ഇനി പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകുന്നു. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരിക്കും നടക്കുക. തുടർന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെയായിരിക്കും സംസ്കാരമെന്ന് ബന്ധുക്കൾ അറിയിക്കുന്നുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും ഈ പ്രതിക്കുമേൽ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന വകുപ്പിൽ, അത് കൊലക്കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തണമോ എന്നതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുക എന്നാണ് SHO ചോറ്റാനിക്കര SHO മനോജ് വ്യക്തമാക്കിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി അന്വേഷണ സംഘവും കാത്തിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും കൊലക്കുറ്റം ചുമത്തുക. ഇപ്പോൾ പ്രതിക്കുമേൽ ചുമത്തിയിരിക്കുന്നത് ബലാത്സംഗം, വധശ്രമം എന്നീ വകുപ്പുകളായിരുന്നു. പ്രതി ഇതിനോടകം തന്നെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. താൻ ഒറ്റയ്ക്കാണ് ഈ പെൺകുട്ടിയെ മർദ്ദിച്ചത്. പെൺകുട്ടിയിൽ മേലുള്ള സംശയമാണ് ഇത്തരത്തിൽ അതിക്രൂരമായി ചുറ്റിക കൊണ്ടും കത്തി കൊണ്ടുമൊക്കെ പെൺകുട്ടിയെ മാരകമായി ഉപദ്രവിച്ചതിന് ശേഷം പെൺകുട്ടി മരിച്ചു എന്ന് കരുതിയാണ് പ്രതി രക്ഷപ്പെട്ടത്. ഇതിനിടയിൽ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഈ കഴുത്തിൽ കണ്ടെത്തിയ കുരുക്ക്, അത് പെൺകുട്ടി സ്വയം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രതി അനൂപും അങ്ങനെ തന്നെയാണ് പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അതിദാരുണമായ സംഭവമായിരുന്നു. ഒരുപാട് പ്രതീക്ഷ കുടുംബത്തിന്, കുട്ടിയുടെ അമ്മയ്ക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു കുട്ടി തിരിച്ചു വരുമെന്ന്. പക്ഷേ ശരീരത്തിലുണ്ടായ മുറിവ്, തലച്ചോറിലേറ്റ മാരകമായിട്ടുള്ള പരിക്കുകളൊക്കെ തന്നെയാണ് പെൺകുട്ടി മരിക്കാൻ കാരണമായത്. ഭവ്യ, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കുഞ്ഞേ മാപ്പ്. തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം കണ്ടെത്താനാകാത്ത പോലീസ്. പ്രതിയുടെ മൊഴിയിൽ പരാമർശിക്കുന്ന മുൻ വൈരാഗ്യത്തിനപ്പുറം കുടുംബത്തിന് അന്ധവിശ്വാസമുണ്ടായിരുന്നതായും ഹരികുമാറും ശ്രീതുവും തലമുണ്ടനം ചെയ്തത് ജോൾസിന്റെ നിർദ്ദേശപ്രകാരമാണെന്നുമാണ് ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ. കുഞ്ഞുണ്ടായതോടെയാണ് സാമ്പത്തിക പ്രശ്നം ഉണ്ടായതെന്ന് ജോൾസിൻ പറഞ്ഞതായി ശ്രീതുവും മൊഴി നൽകിയിട്ടുണ്ട് പോലീസിൽ. കുടുംബവുമായി ബന്ധമുണ്ടായിരുന്ന ജോൾസിൻ ശംഖുമുഖം ദേവിദാസിനെ വിശദമായ ചോദ്യം ചെയ്യലിനായി പോലീസ് വിളിച്ചുവരുത്തി. തന്റെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങാത്തതിനാൽ ശ്രീധുവിനോട് തോന്നിയ വൈരാഗ്യമാണ് ദേവേന്ദുവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പ്രതി ഹരികുമാർ അന്വേഷണ സംഘത്തോട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. എന്നാൽ കുട്ടിയുടെ അമ്മയുടെയും അമ്മാവന്റെയും വാട്സ്ആപ്പ് ചാറ്റുകൾ വിശദമായി പരിശോധിച്ച പോലീസ് സംഘത്തിന് സംശയങ്ങൾ ഏറി. സംഭവം നടന്ന വീടിനുള്ളിൽ ദുരൂഹമായ നിലയിൽ കണ്ടെത്തിയ വസ്തുക്കളടക്കം വിശദമായി പരിശോധിച്ചു. ഇതോടെയാണ് കുടുംബം അന്ധവിശ്വാസത്തിന് അടിമകളായിരുന്നെന്നും കരിക്കകം സ്വദേശിയായ ജോത്സ്യനുമായി ബന്ധമുണ്ടായിരുന്നെന്നും കണ്ടെത്തിയത്. ഹരികുമാറും ശ്രീധുവും തലമുണ്ടനം ചെയ്തത് ജോത്സ്യനായ ശംഖുമുഖം ദേവദാസന്റെ നിർദ്ദേശത്തെ തുടർന്നാണെന്ന് തെളിഞ്ഞതോടെ വിശദമായ ചോദ്യം ചെയ്യലിനായി ഇയാളെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി. റൂറൽ SP S സുദർശനന്റെ നേതൃത്വത്തിൽ സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയതിനു ശേഷം സ്റ്റേഷനിലെത്തി കുടുംബാംഗങ്ങളെയും ജോത്സ്യനെയും വിശദമായി ചോദ്യം ചെയ്തു. കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പങ്കുവെക്കാനാവില്ലെന്നും അന്വേഷണം തുടരുകയാണെന്നുമായിരുന്നു റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണം. പ്രതിക്ക് ഈ കേസിൽ പങ്കുള്ളതായിട്ടുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സയന്റിഫിക് എക്സാമിനേഷൻ കൂടി ആവശ്യമുണ്ട്. ഇതിന് മൊബൈൽ ഫോൺ സീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാഹചര്യ തെളിവുകൾ കുറച്ചൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കും. പ്രതി കുറ്റം ചെയ്തതായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണങ്ങളും മറ്റേതിന്റെ മോട്ടീവ്സ്, ഇന്റൻഷൻ, ഈ കാരണങ്ങളൊക്കെ കുറച്ചുകൂടി കൂടുതൽ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിനായി ദേവേന്ദുവിന്റെ മുത്തശ്ശിയെയും മൂത്ത സഹോദരിയെയും അച്ഛൻ ശ്രീജിത്തിനെയും സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി. മൊഴികളിലെ അവ്യക്തത മാറാനാണ് ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ദുരൂഹമാണ് ദേവിദാസിന്റെ വീടിന് പരിസരത്തെ സാഹചര്യം. നിരന്തരം ഇവിടെ ആളുകൾ വന്നു പോകുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ശംഖുമുഖം ദേവിദാസൻ എന്ന ജ്യോതിഷഭൂഷണം, ജ്യോതിഷ ശിരോമണി, പൂജാരത്നം എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്ന പ്രദീപിന്റെ ജ്യോതിശാലയത്തിലേക്ക്, വീട് കൂടി ഉൾപ്പെടുന്ന ജ്യോതിശാലയത്തിലേക്കുള്ള വഴിയിലാണ് നമ്മൾ ഉള്ളത്. ഇവിടെയാണ് അയാളുടെ
ഈ ജ്യോതിശാലയം നിരവധി ആളുകൾ നേരത്തെയൊക്കെ വന്നു പോകുന്നുവെന്ന് നാട്ടുകാർ തന്നെ പറഞ്ഞിരുന്ന ആ സ്ഥലമാണ്. അവിടെയാണ്, ഈ സ്ഥലത്താണ് ഇവിടെ ഈ ജ്യോതിശാലയവും വീടുമുള്ളത്. വീടുമായി ചേർന്ന് തന്നെയാണ് ജ്യോതിശാലയം പ്രവർത്തിക്കുന്നത്. ഇവിടെ ഈ രാശിയൊക്കെ വ്യക്തമാക്കുന്ന രാശിയൊക്കെ വരച്ച് ഈ ബോർഡിൽ ഇവിടെ വച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത്. അവിടെ നിന്ന് മാറിയാൽ ഈ ഹോമ കുണ്ടം പോലെയുള്ള സ്ഥലങ്ങളൊക്കെ, ഈ പൂജാ സ്ഥലങ്ങളൊക്കെ കാണാനാകും. ഇവിടെ വിളക്ക് കത്തിക്കുന്ന സ്ഥലമാണ്. തൊട്ട് പുറകിലാണ് ഇയാളിവിടെ വീടും അതുപോലെ തന്നെ ഈ ഹോമകുണ്ടവും ഒക്കെ ഉള്ളത്. ഉള്ളിലേക്കാണ് ഈ ആരാധന നടക്കുന്ന, പൂജ നടക്കുന്ന സ്ഥലങ്ങൾ. ഇത് ഇയാളുടെ ഹോമകുണ്ടത്തിൻ്റെ ഭാഗമാണ്. ഈ ഹോമകുണ്ടം ഇവിടെ രാത്രിയിൽ പകലുമൊക്കെ പൂജകൾ നടക്കാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. 10-17 വർഷമായി പ്രദീപ് ഇവിടെ താമസിക്കുന്ന ആളാണ്. നേരത്തെ ഇയാൾ ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായിരുന്നു. ന്യൂ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ് ഈ കരിക്കകത്ത് തന്നെയുള്ള ഒരു ട്യൂട്ടോറിയൽ കോളേജിലെ അധ്യാപകനായിരുന്നു. അതിന് മുമ്പ് മുട്ടക്കച്ചവടവും നടത്തിയിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. ആളിലൊക്കെ വരാറുണ്ടോ ഇവിടെ? വരാറുണ്ട്. ഇതിനു മുമ്പ് ജോലിസിനാവുന്നതിന് മുമ്പ് വേറെ എന്തോ അറിയില്ല, അതിനെപ്പറ്റി അറിയില്ല. എന്താണ് ഈ പ്രദീപിന്റെ ഈ കൊലപാതകത്തിലെ പങ്കെന്ന കാര്യമാണ് ഇനി വ്യക്തമാകേണ്ടത്. ഒരു കാര്യം വ്യക്തമാണ്, പോലീസ് സമിതി കൃത്യമായ സൂചനകൾ ലഭിച്ചിരിക്കുന്നു. ഈ കുടുംബത്തിന്, പ്രത്യേകിച്ചും ശ്രീധുവിനും സഹോദരൻ ഹരികുമാറിനും ഒക്കെ ചില അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി കൂടിയാണോ ഈ കൊലപാതകമെന്ന സംശയമാണ് പോലീസിനുള്ളത്. ശ്രീധു കുറച്ച് ദിവസം മുമ്പ് തലമുണ്ടനം ചെയ്തു, അതും ഈ വിശ്വാസത്തിന്റെ ഭാഗമെന്ന് പറയുന്നത്. ഏതായാലും ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ, ഈ പ്രദീപിനെ ചോദ്യം ചെയ്യുമ്പോൾ ഇതിൽ കുറച്ചുകൂടി വ്യക്തത ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. എറണാകുളത്ത് റാഗിങ്ങിനെ തുടർന്ന് 15-കാരൻ ആത്മഹത്യ ചെയ്തെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മിഹിർ അഹമ്മദാണ് 2 ആഴ്ച മുൻപ് ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി മരിച്ചത്. കുട്ടി മുൻപ് പഠിച്ചിരുന്ന ജെംസ് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിനെതിരെയും കുടുംബം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സ്കൂളിൽ അതിക്രൂരമായി മിഹിർ റാഗ് ചെയ്യപ്പെട്ടെന്നും സ്കൂൾ അധികൃതർ ഇടപെട്ടില്ലെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. കഴിഞ്ഞ ദിവസം മിഹിറിന്റെ രക്ഷിതാക്കൾ പോലീസിന് കൈമാറിയ പരാതിയിലാണ് ക്രൂരമായ റാഗിങ്ങിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുവെന്നും സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും കുടുംബം. എന്നാൽ ആരോപണം വസ്തുതാപരമല്ലെന്നാണ് സ്കൂൾ അധികൃതരുടെ വാദം. സ്കൂളിൽ വെച്ച് റാഗിംഗ് നേരിടേണ്ടി വന്നതായി മിഹിർ അധ്യാപകരോട് പരാതിപ്പെട്ടിട്ടില്ലെന്നും ഒന്നും മറച്ചുവെക്കാനില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. അന്വേഷണത്തിന്റെ ഭാഗമായി സ്കൂളിലെ സിസിടിവി ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചു. കുടുംബം പറയുന്ന സ്കൂളിലെ സമൂഹമാധ്യമ കൂട്ടായ്മയെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മിഹിറിനെ അപകീർത്തിപ്പെടുത്തുന്ന ചാറ്റുകളുടെ വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചു. ഈ മാസം 15-ാം തീയതിയാണ് മിഹിറിനെ ഫ്ളാറ്റിൽ നിന്ന് ചാടിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 കൊച്ചി. എറണാകുളം മുനമ്പത്ത് വ്യാജ തിരിച്ചറിയൽ കാർഡുമായി താമസിച്ച 27 ബംഗ്ലാദേശികൾ പിടിയിൽ. ഇതര സംസ്ഥാന തൊഴിലാളികളെന്ന വ്യാജേന ലേബർ ക്യാമ്പിൽ താമസിച്ചവരാണ് അറസ്റ്റിലായത്. ആലുവ പോലീസും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് ബംഗ്ലാദേശികൾ പിടിയിലാകുന്നത്. ക്ലീൻ റൂറൽ എന്ന പേരിൽ കൊച്ചിയിൽ നടന്ന പരിശോധനയിലാണ് ഈ മാസം 15-ന് പെരുമ്പാവൂരിൽ നിന്നും ബംഗ്ലാദേശി യുവതി തസ്ലീമ ബീഗം പിടിയിലാകുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ ബംഗ്ലാദേശികൾ അറസ്റ്റിലാകുന്നത്. 50ഓളം പേരെ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിൽ 27 പേർ വ്യാജ ആധാർ രേഖകൾ ഉപയോഗിച്ച് എറണാകുളത്ത് താമസിക്കുന്നവരാണെന്ന് കണ്ടെത്തി. പിടിയിലായവർ 3 മാസം മുതൽ 10 വർഷമായി ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് വ്യക്തമായതായി ആലുവ റൂറൽ SP വൈഭവ് സക്സേന. 3 മാസം മുതൽ ഏകദേശം കുറേ നാളായിട്ട് മീൻസ് ഒരാൾ 10 വർഷം ഇവിടെ താമസിച്ചിരുന്നു. അതിർത്തി കടന്ന് പശ്ചിമ ബംഗാളിലെത്തി അവിടെ നിന്ന് ഏജന്റ് വഴിയാണ് ഇവർ ആധാർ കാർഡ് തരപ്പെടുത്തിയത്. കേരളത്തിൽ ഇവർക്ക് സഹായം ലഭിക്കുന്നുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കേരളത്തിൽ ജോലി ചെയ്താൽ സാമ്പത്തികമായി വലിയ ലാഭമുണ്ടാക്കാമെന്ന് കരുതിയാണ് എത്തിയതെന്നാണ് പിടിയിലായ ബംഗ്ലാദേശികൾ പോലീസിന് നൽകിയ മൊഴി. ഇവരെ നാട് കടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരുമായി ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്ന് SP അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. മുണ്ടക്കായ് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ തീരുമാനമറിയിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിച്ചപ്പോഴാണ് ഈ നിർദ്ദേശം നൽകിയത്. ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കണക്കുകൾ സംസ്ഥാന സർക്കാർ നേരത്തെ വിശദമാക്കിയിരുന്നു. ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് ഈശ്വരൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. രാജ്യം അതിവേഗം വികസന പാതയിലൂടെ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനം തുടങ്ങി. സാമ്പത്തിക സർവേ റിപ്പോർട്ട് സഭയിൽ വെച്ചു. ലക്ഷ്യം വികസിത ഭാരതം. എല്ലാ മേഖലയിലെയും വികസനം ഉറപ്പാക്കും.
സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും പ്രത്യേക പരിഗണന. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും അഭിവൃദ്ധി ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ये बजट एक नया विश्वास पैदा करेगा, नई ऊर्जा देगा. हम सर्वांगीण विकास के संकल्प को लेकर के मिशन मोड में आगे बढ़ते जा रहे हैं. रिफॉर्म, परफॉर्म एंड ट्रांसफॉर्म. राज्य और केंद्र सरकार ने मिलकर के परफॉर्म करना होता है. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രപരമായ തീരുമാനമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വഖഫ് ബില്ലിലും രാഷ്ട്രപതിയുടെ പ്രശംസ. 25 കോടി ജനങ്ങളെ ഈ സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റി. ബജറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് ഭാഗമായി പാർലമെന്റ് ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. भारत की विकास यात्रा के इस अमृतकाल को आज मेरी सरकार अभूतपूर्व उपलब्धियों के माध्यम से नई ऊर्जा दे रही है. तीसरे कार्यकाल में 3 गुना तेज गति से काम हो रहा है. प्रधानमंत्री आवास योजना का विस्तार करते हुए 3 करोड़ अतिरिक्त परिवारों को नए घर देने का निर्णय लिया गया है. इसके लिए 5,36,000 करोड़ रुपया खर्च किए जाने की योजना है. ബജറ്റ് സമ്മേളനത്തിനായി പാർലമെന്റിലെത്തിയ രാഷ്ട്രപതിയെ പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും ചേർന്ന് സ്വീകരിച്ചു. प्रक्रिया इस देश की संवैधानिक व्यवस्था और ये देखिए राष्ट्रपति का स्वागत करने के लिए प्रधानमंत्री नरेंद्र मोदी, उपराष्ट्रपति जगदीप धनखड़. 2 ഘട്ടങ്ങളായി ഏപ്രിൽ 4 വരെ നീളുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി 13 വരെയാണ്. ധനമന്ത്രി എന്ന നിലയിൽ നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 8ാമത്തെ ബജറ്റ് നാളെ അവതരിപ്പിക്കും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. രാജ്യത്തെ സാമ്പത്തിക വളർച്ചാ നിരക്കിൽ കുത്തനെ ഇടിവ്. നടപ്പ് സാമ്പത്തിക വർഷം 6.4% വളർച്ച കൈവരിച്ചത്. 4 വർഷത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കാണിത്. മുൻ വർഷങ്ങളിൽ 8% വരെ രേഖപ്പെടുത്തിയ വളർച്ചാ നിരക്കാണ് കുത്തനെ ഇടിഞ്ഞത്. വരുന്ന സാമ്പത്തിക വർഷം രാജ്യം 6.8% വരെ വളർച്ച നേടുമെന്നും പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറയുന്നു. പണപ്പെരുപ്പ് നിരക്ക് 4.6% കുറയ്ക്കാനായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആദായ നികുതി സംവിധാനത്തിൽ പൊളിച്ചെഴുത്തൽ ഉണ്ടാകുമോ എന്നതാണ് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്ന കേന്ദ്ര ബജറ്റിലെ ആകാംക്ഷ. 10 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഒഴിവാക്കിയേക്കാമെന്ന സുപ്രധാന പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തിക രംഗം പ്രതീക്ഷിത വളർച്ച കൈവരിക്കാത്ത സാഹചര്യത്തിൽ ഇടത്തരക്കാരുടെ ധനവിനിയോഗം വർദ്ധിപ്പിക്കാനുള്ള മറ്റ് നിർദ്ദേശങ്ങളും ബജറ്റിലുണ്ടാകും. പുതിയ നികുതി വ്യവസ്ഥ തെരഞ്ഞെടുത്തവരിൽ 7.5 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നിലവിൽ ആദായ നികുതിയില്ല. ഇത് 2.5 ലക്ഷം രൂപ വർദ്ധിപ്പിച്ച് 10 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ഇനി മുതൽ ആദായ നികുതി പരിധിയിൽ നിന്നും ഒഴിവാക്കുന്നതാണ് പരിഗണിക്കുന്നത്. നികുതി അടയ്ക്കേണ്ടതില്ലെങ്കിലും വാർഷിക വരുമാനം 3 ലക്ഷം രൂപ വരെയുള്ളവർ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കണം. ഇതിന്റെ പരിധി 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുന്നതും ബജറ്റിൽ പരിഗണിക്കാനാണ് സാധ്യത. അതായത് വാർഷിക വരുമാനം 5 ലക്ഷം രൂപ വരെയുള്ളവർ ഇനി മുതൽ റിട്ടേൺ പോലും സമർപ്പിക്കേണ്ടതില്ല. 5 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിൽ വാർഷിക വരുമാനമുള്ളവർക്ക് 25% ടാക്സ് സ്ലാബ് അവതരിപ്പിക്കുന്നതും ആലോചനയിലുണ്ടെന്നാണ് സൂചന. കഴിഞ്ഞ ബജറ്റിൽ പുതിയ നികുതി ഘടന തെരഞ്ഞെടുത്തവർക്കാണ് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചത്. ഇത്തവണയും അത് പ്രതീക്ഷിക്കാം. പുതിയ നികുതി വ്യവസ്ഥയിൽ കൂടുതൽ ഇളവുകൾ നൽകി പഴയ നികുതി വ്യവസ്ഥയെ അപ്രധാനമാക്കാനാണ് സർക്കാർ നീക്കമെന്നാണ് സൂചന. പുതിയ നികുതി വ്യവസ്ഥ ആകർഷകമായതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം 73% നികുതിദായകരും പുതിയ രീതിയിലേക്ക് മാറിയിരുന്നു. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയിൽ നിന്നും 1 ലക്ഷം രൂപയായി ഉയർത്തുന്നതും ആലോചനയിലുണ്ട്. ATC ആനുകൂല്യം പുതിയ നികുതി വ്യവസ്ഥ തെരഞ്ഞെടുത്തവർക്കും അനുവദിച്ചേക്കാം. ഇടത്തരക്കാരിലേക്ക് കൂടുതൽ പണം എത്തിക്കുക, അതുവഴി പണവിനിയോഗം വർദ്ധിപ്പിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന. പ്രതീക്ഷിത സാമ്പത്തിക വളർച്ച കൈവരിക്കാത്തതിന്റെ കാരണം ഇടത്തരക്കാരിൽ പണം എത്താത്തതുകൊണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിനുള്ള പരിഹാരമായിട്ടാണ് നികുതി ഘടനയിലെ ഈ വലിയ മാറ്റം കേന്ദ്രം പരിഗണിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വൻ പ്രതീക്ഷകളോടുകൂടിയാണ് കേന്ദ്ര ബജറ്റിന് ഇത്തവണ കേരളം കാത്തിരിക്കുന്നത്. സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജിന് പുറമെ ദീർഘകാലമായ നിരവധി ആവശ്യങ്ങളും ഇത്തവണ പരിഗണിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. കേന്ദ്രം നിരന്തരമായി അവഗണിക്കുന്നുവെന്ന പരാതിയുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഇത്തവണ വിശദമായ പദ്ധതികളും ആവശ്യങ്ങളും തയ്യാറാക്കി നൽകി സംസ്ഥാനം കാത്തിരിക്കുകയാണ്. കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇങ്ങനെയാണ്: 24,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ്, GST നഷ്ടപരിഹാര പ്രതിസന്ധി, കടമെടുപ്പ് പരിധി കുറച്ചത്, ഇതെല്ലാം ഉണ്ടാക്കിയ സാമ്പത്തിക മാന്ദ്യം മറികടക്കാൻ 2 വർഷത്തിനുള്ളിൽ ലഭ്യമാകുന്ന പാക്കേജാണ് കേരളം ആവശ്യപ്പെടുന്നത്. വയനാട് മുണ്ടക്കൈ ദുരന്തം അതിതീവ്ര ദുരന്തമായി കേന്ദ്രം പ്രഖ്യാപിച്ചു. എന്നാൽ പ്രത്യേക സഹായമെന്ന ആവശ്യം നീളുകയാണ്. 2,000 കോടിയുടെ സഹായം ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു.
വിഴിഞ്ഞം പദ്ധതിക്കായി പ്രത്യേക സഹായമാണ് കേരളം ആവശ്യപ്പെടുന്നത്. അനുബന്ധ വികസനത്തിനായി 5000 കോടിയാണ് ആവശ്യപ്പെട്ടത്. ഒപ്പം നിലവിൽ വായ്പയായി അനുവദിച്ചിരിക്കുന്ന കേന്ദ്ര വിഹിതം ഗ്രാന്റായി നൽകണം. റെയിൽ റോഡ് രംഗത്തെ കേരളത്തിന്റെ പ്രതീക്ഷകൾ ഇവയാണ്. സിൽവർ ലൈനിൽ പച്ചക്കൊടി കാട്ടുമെന്ന സൂചന കേന്ദ്രം നൽകുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഈ അഭിമാന പദ്ധതിക്ക് കേന്ദ്ര അനുമതി കിട്ടുമോ? അങ്കമാലി ശബരി, നിലമ്പൂർ നഞ്ചങ്കോട്, തലശ്ശേരി മൈസൂർ എന്നീ പാതകൾക്ക് പരിഗണന കിട്ടുമെന്ന് കേരളം പ്രതീക്ഷിക്കുന്നു. റബ്ബറിന് താങ്ങുവില ഉറപ്പാക്കാൻ 1000 കോടിയുടെ വിലസ്ഥിരതാ ഫണ്ടാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത്. കടമെടുപ്പ് പരിധി ഉയർത്തണം. ഉപാധിരഹിതമായി 3.5% പരിധി ഉയർത്തണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ഇതിന് പുറമെ ദീർഘകാല ആവശ്യങ്ങളായ എയിംസ് പ്രഖ്യാപനം, ശബരിമലയ്ക്ക് പ്രത്യേക പദ്ധതി എന്നിവയെല്ലാം കേരളത്തിന്റെ പ്രതീക്ഷകളിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഡൽഹിയിൽ പോരാട്ടച്ചൂട് അവസാന ലാപ്പിൽ. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ആം ആദ്മി പാർട്ടിക്ക് തുടർഭരണം ലഭിക്കുമെന്ന് ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ന്യൂസ് 18നോട്. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ജനം മനസ്സറിഞ്ഞ് വോട്ട് ചെയ്യുമെന്നും സിസോദിയ പ്രതികരിച്ചു. ജഗ്പൂര മണ്ഡലത്തിൽ നിന്നാണ് ഇത്തവണ സിസോദിയയുടെ പോരാട്ടം. റിപ്പോർട്ടിലേക്ക് വരാം. അതിന് മുൻപ് ഇപ്പോൾ റൂറൽ SP ബാലരാമു കേസിൽ മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇതുവരെ വ്യക്തത വന്നില്ലേ? അല്ല, അതിൽ മാനസികമായിട്ട് ചെറിയൊരു പ്രോബ്ലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും കൂടുതൽ എക്സ്പെർട്ടീസിന്റെ സഹായം ആവശ്യമുണ്ട്. മാനസികരോഗത്തെ തുടർന്ന് ഈ കൊലപാതകം നടത്തിയെന്നുള്ള ഫൈൻഡിങ്സിലേക്കാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഇയാൾ ഒരു 5-6 വർഷമായിട്ട് ട്രീറ്റ്മെന്റിലുള്ള ആളാണ്. ഒരാളെ ഉള്ളോ? ഹരികുമാർ മാത്രമേ? അത് അങ്ങനെ മുഴുവൻ പറയാറായിട്ടില്ല. കുറച്ചുകൂടി കാര്യങ്ങൾ ഇപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വിശദമായിട്ട് അന്വേഷണം നടത്തി അതിലെന്തെങ്കിലും വസ്തുതകളുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ കൂടുതൽ പരിശോധന ചെയ്തെങ്കിൽ മാത്രമേ അറിയാൻ പറ്റൂ. ഇന്നൊരു ജോലിസിനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരുന്നു. അദ്ദേഹത്തിന് ഇതുമായി എന്തെങ്കിലും പങ്കുണ്ടോ? അതിപ്പോൾ ഉണ്ടോന്നോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാൻ ഈ അവസരത്തിൽ പറയാൻ നിർത്തിയില്ല. അതിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഹരികുമാറാണ്, അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായില്ല. അതാണ്. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ. ആള് മാനസികമായിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ആളല്ല. അതാണ് അതിലത്തെ ഒരു ബുദ്ധിമുട്ടുള്ളത്. അദ്ദേഹം ഈ കണക്ക് കൂട്ടാനോ അല്ലെങ്കിൽ അക്ഷരങ്ങൾ കൃത്യമായി എഴുതാൻ പോലും അറിയാത്ത ആളെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ഈ വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചെന്ന് പറയുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും വസ്തുതയുണ്ട്? ഇവരിങ്ങനെ വാട്സപ്പിൽ സഹോദരങ്ങൾ അത് നമ്മൾ അതിന്റെ FSL എക്സാമിനേഷനും കൂടി റിസൾട്ട് കൂടി വന്നതിന് ശേഷം അതിന്റെ വ്യക്തത വരാൻ പറ്റും. ഇതിൽ തമ്മിലുള്ള വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ അങ്ങനെ പറഞ്ഞു കിട്ടുന്നു. അതുകൊണ്ടോ? അത് നമുക്ക് മുഴുവൻ ഇപ്പോൾ പറയാൻ പറ്റില്ല. സാർ, ചുരുക്കത്തിൽ ഈ പോലീസ് ഒരു ഫൈനൽ ഫൈൻഡിങ്സിൽ എത്താത്തതാണോ അതോ മാധ്യമങ്ങളോട് പറയാത്തതാണോ? അല്ലല്ല, അങ്ങനെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ തെളിവുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് ഏതാണ്ട് 24 hour-ആയി ഇവരൊക്കെ കയ്യിലുണ്ട്, മീൻസ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിലുണ്ട് എന്നിട്ട് സാധാരണ അല്ല, അതിലൊരു ചെറിയ പ്രയാസമുള്ളത് ഇവരുടെ ഒരു സ്റ്റെബിലിറ്റിയുടെ പ്രശ്നമാണ്. കുറച്ച് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറയണതല്ല കുറച്ച് കഴിഞ്ഞാൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. മനസ്സിലാവണമെങ്കിൽ അങ്ങനെയുള്ള ഒരു എവിഡൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അല്ല, അയാളെ വിളിക്കാൻ കാരണം അയാളുടെ പേരിൽ 2 ആഴ്ച മുമ്പ് ഒരു പരാതി ഇവിടെ കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ വേണ്ടി വിളിപ്പിക്കാം. അതെ, അതിൽ കുറെ പൈസ ഇവർ വാങ്ങിച്ചു എന്നുള്ള പരാതി അല്ലാതെ ഈ കൊലപാതകവുമായി ഒരു അല്ല, അതിൽ അങ്ങനെ ആ പരാതി 2 ആഴ്ച മുമ്പ് വന്നാണ്. ഈ സംഭവം നടക്കുന്നതിന് 2 ആഴ്ച മുമ്പ് വന്നുള്ള പരാതി. പരാതിക്ക് അടിസ്ഥാനമായിട്ട് എന്തെങ്കിലും ഈ പൈസ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടോ? അല്ല, അത് ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും ഈ സംഭവമായിട്ട് ബന്ധമുള്ളതായിട്ട് ഇതുവരെ ഉള്ളതിൽ മനസ്സിലായിട്ടില്ല. 36 ലക്ഷം കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അതൊന്നും അയാൾ ഓൺ ചെയ്യുന്നില്ല. കസ്റ്റഡിയിലെ പ്രതിയാണ് ഈ പറഞ്ഞ മാനസിക പ്രശ്നമുണ്ടെന്ന് പറയുന്നത്. ബാക്കിയുള്ള ആളുകളെ നിങ്ങൾ ചോദ്യം ചെയ്ത് മൊഴിയെടുത്തു. ആ മൊഴികളിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ? അല്ല, അതിപ്പോൾ മുഴുവൻ അങ്ങനെ ഇപ്പോൾ വെളിപ്പെടുത്താൻ സാധിക്കില്ല. അമ്മ ഇപ്പോഴും നിങ്ങളുടെ ഒരു സർവൈലൻസിലാണോ? അവരിപ്പോ നിഷ്കളങ്കയാണെന്നോ അല്ലെങ്കിൽ നമ്മളൊന്നും പറയാൻ പറ്റില്ല. ഈ സാഹചര്യത്തിലൊന്നും പറയാൻ അല്ല. ഇന്ന് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനും മറ്റും വിളിക്കുന്നത് ബാക്കി കാര്യങ്ങൾ എന്തായാലും അന്വേഷിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. അടുത്ത നടപടി എന്താണ്? ഇതിന്റെ ഫീൽഡ് എൻക്വയറി ഉണ്ട്. ഇതിന്റെ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് ഒരുപാട് സാക്ഷികളെ ചോദ്യം ചെയ്യാനുണ്ട്.
ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. തലമുണ്ടനം ചെയ്തത് അത് എന്തെങ്കിലും ഈ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടെങ്കിലാണ് തലമുണ്ടനം ചെയ്തതെന്ന് പറയുന്നത്. കാരണം അല്ല, അത് ഇപ്പോൾ അവരെ ചോദിക്കണം വിശദമായിട്ട്. അതൊന്നും പല കാര്യങ്ങളും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മാച്ച് ചെയ്ത് വരുന്നത്. അത് ഈ വാടക വീട്ടിൽ താമസിക്കുന്നതാണ്, സ്ഥിരമായി വലിയ വരുമാനമില്ലാത്ത സ്ത്രീയാണ്. അപ്പോൾ ഈ 36 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അവരുടെ റവന്യൂ. അല്ല, ഞാൻ പറഞ്ഞത് അതെല്ലാം നമുക്ക് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷമല്ലേ അറിയാൻ പറ്റുള്ളൂ ആരാണ് ഈ പൈസ കൊടുത്തത്. പല ആളുകളും ഒരു വീട്ടിൽ വന്നിട്ട് പൈസയ്ക്ക് വന്നിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആരാണെന്ന് മനസ്സിലാക്കണം, അവർ കൊടുത്തിട്ടുണ്ടോ അവരോട് ചോദിക്കണം. അങ്ങനെ പല ക്രോസ് വെരിഫിക്കേഷൻ നടത്തിയെങ്കിൽ മാത്രമേ ഇതിന് നിജസ്ഥിതി മനസ്സിലാവും. എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള മൊഴികളാണ് നൽകുന്നത്. അങ്ങനെയില്ല. അതിൽ ഈ സംഭവം പിന്നെ ഹരികുമാർ ഇത് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് ഏതാണ്ടൊരു വ്യക്തമായിട്ടുള്ള മൊഴി തന്നെയാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. അല്ല, ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞു. പോലീസ് പറഞ്ഞത് വ്യക്തി താല്പര്യമുണ്ടെന്ന് പറഞ്ഞു ഹരികുമാറിന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലയിലേക്ക് നയിച്ചതെന്ന് പറയുന്നത്. അറിയില്ല, എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഈ ഹരികുമാർ ഈ കൊലപാതകം ചെയ്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുടുംബത്തിന്റെ അഭിപ്രായം എന്താണ്? കുടുംബം അങ്ങനെ അല്ല, അങ്ങനെ ഒരു ജനറൽ അഭിപ്രായം പറഞ്ഞാൽ ഇതിൽ കാര്യമില്ല, അങ്ങനെ പറയാനും പാടില്ല. കുടുംബത്തിന് ഒരു ഞെട്ടലോ അല്ലെങ്കിൽ കുടുംബം നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ ബേസ് ചെയ്തിട്ട് മാത്രമേ എനിക്ക് പറയാം. ഈ ജോൾസിനെ ഈ പറയുന്ന ലേഡിയെ പരിചയമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഹരികുമാറിന്റെയോ അല്ലെങ്കിൽ ഹരികുമാറിന്റെ ഈ പറയുന്ന കുട്ടിയുടെ അമ്മയോ ഏതെങ്കിലും ഘട്ടത്തിൽ അറിയാമെന്ന് ഈ ജോൾസിൻ പറയുന്നുണ്ടോ? പരിചയമുണ്ട്, അവരവിടെ പോയിരുന്നു. അല്ല, അത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒന്ന് ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് 2 ദിവസം സമയം എടുക്കണം. ഇയാൾക്ക് എത്ര നാളടി മാനസിക പ്രശ്നമുണ്ട്? അവർ പറയുന്നത് ഒരു 6-7 വർഷമായിട്ടുണ്ടെന്ന് പറയും. ഹരികുമാർ മാത്രമല്ല, അമ്മയും പറയുന്നുണ്ട്. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. മാനസിക പ്രശ്നത്തിന് നേരിടുന്ന ആളാണ്. അല്ല, അതിന്റെ ഇപ്പോൾ ഡോക്ടറെ കണ്ട് ചോദിക്കണ്ടേ? ഡോക്ടേഴ്സിനെ കണ്ട് ചോദിക്കണം. അങ്ങനെ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ്സ് എടുക്കണം. ചിലപ്പോൾ അയാൾ ടാബ്ലറ്റ്സ് കഴിക്കണ്ടെന്നാണ് പറയുന്നത്. അല്ല, അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നടത്തിയ ഒരാളെ ഒരു മാനസിക രോഗിയാക്കി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അല്ല സാർ, ഇതിനകത്ത് പ്രശ്നം നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. അല്ല സാർ, ഇതിനകത്ത് എന്താ പ്രശ്നം? പോലീസിന്റെ കയ്യിൽ ഒരു ദിവസം ഫുള്ള് ഈ പ്രതിയുണ്ട്. ഒരു ദിവസം ടെക്നിക്കലി പറഞ്ഞാൽ ഒരു ദിവസത്തിൽ കൂടുതൽ കയ്യിലുണ്ട്. എന്നിട്ടും ഈ മാനസിക രോഗിയാണെന്ന് പറയുമ്പോൾ അതാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഇത്രയും പ്രാഥമികമായിട്ട് അയാളെ സംസാരിക്കുന്ന സമയത്ത് അയാളൊരു നോർമൽ അല്ല. സാർ, ഇയാൾ ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു? അങ്ങനെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. ജോൾസിന്റെ വീട്ടിൽ ഏതാണ്ട് 10 ദിവസത്തോളം ഇയാൾ ജോലിക്ക് അങ്ങനെ പറയുന്നുണ്ട്. അല്ല, അതൊക്കെ നോക്കണം, അത് ഏത് കാലഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അല്ല, ഏറ്റവും അവസാനം ഇദ്ദേഹം ആലപ്പുഴയിൽ ജോലി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരാൾ പല സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം ആലപ്പുഴയിൽ ഒരാളുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഒരാൾ ഒരു ജോലിക്ക് വയ്ക്കുമ്പോൾ അയാളുടെ സ്റ്റെബിലിറ്റി നോക്കുമല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, പല മൊഴികളും വന്നിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അമ്മയ്ക്കെതിരെ ഭർത്താവ് ശ്രീജിത്തിന്റെ മൊഴി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാരണം അവരുടെ പങ്ക് അന്വേഷിക്കണം, അവർക്ക് സംശയമുണ്ട്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശ്രീജിത്തിനെതിരെ ആരെങ്കിലും? ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ സ്റ്റേജിൽ അങ്ങനെ അല്ല, ഭർത്താവിനെതിരെ അങ്ങനെ ഒരു എവിഡൻസ് നമുക്ക് വയസ്സുകളുടെ കൊലപാതകത്തിന്റെ കാരണം ഇപ്പോഴും പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് റൂറൽ എസ്പിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രതി ഹരികുമാർ മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ള കാര്യം, അദ്ദേഹത്തിന് മാനസികമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഒരു വ്യക്തത കൈവരിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല ഈ കൊലപാതകത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത് റൂറൽ എസ്പിയുടെ വാക്കുകളിൽ നിന്ന്. ബീഹാറിനെ തകർത്ത് കേരളം രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനലിൽ. ഇന്നിംഗ്സിനും 169 റൺസിനുമാണ് കേരളം ജയിച്ചത്. 2018 ശേഷം ആദ്യമായാണ് കേരളം നോട്ട് ഔട്ട് റൌണ്ടിലെത്തുന്നത്. ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ സൽമാൻ നിസാറാണ് മാൻ ഓഫ് ദി മാച്ച്. വിജയത്തിൽ സന്തോഷം പങ്കുവച്ച കേരള ക്യാപ്റ്റൻ സച്ചിൻ ബേബി ന്യൂസ് 18നോട് പ്രതികരിച്ചു. രഞ്ജി ട്രോഫിയിൽ വീണ്ടും കേരളം ചരിത്രം രചിക്കുകയാണ്. ക്വാർട്ടറിലേക്ക് കടക്കുന്നു കേരളം. സച്ചിൻ ബേബി, കേരളത്തെ നായകൻ, നമുക്കൊപ്പം ചെയ്തു. സച്ചിൻ, കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ട് ഒരു ഫീൽ? വളരെ സന്തോഷം. ലൈക്ക് ഒരു 4-5 ഇയേഴ്സിന് ശേഷമാണ് നമ്മുടെ കേരള ടീം ഒരു ക്വാർട്ടർ ഫൈനലിലോട്ട് എത്തുന്നത്. ഇപ്പോൾ ലാസ്റ്റ് പ്രാവശ്യം നമ്മൾ കളിച്ചപ്പോൾ നമ്മളൊരു സെമി വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തവണ എന്തായാലും നമ്മുടെ ഹോപ്സ് ഹൈ ആണ്. സോ ഇതുവരെ നമ്മുടെ ബെസ്റ്റ് ക്രിക്കറ്റ് നമ്മൾ കളിച്ചിട്ടുണ്ട്. സോ ഇനിയും നമ്മൾ നമ്മുടെ ബെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ നോക്കും. ഈ ഒരു മാച്ച് വളരെ ഈസി ആയിട്ട് ജയിച്ചു എന്ന് തോന്നുന്നു. എന്തായിരുന്നു ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ ഒരു മാച്ചിന്റെ പ്രത്യേകത? ഈസി ആയിട്ടല്ല, എവറി ഗെയിം നമ്മൾ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ കളി ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു സ്വീറ്റ്നെസ് എന്ന് വെച്ചാൽ നമുക്കൊരു ബോണസ് പോയിന്റ് കിട്ടി ഈ സീസണിൽ. നമ്മുടെ 3rd വിന്നാണ് ഈ സീസണിൽ നമ്മുടെ 7 മാച്ചസിൽ. സോ ആ ഒരു വിക്ടറി നമ്മൾ ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ചാമ്പ്യൻസ് ആവാനും ചാൻസ് ഉണ്ട്, ഫസ്റ്റ് ആവാനും ചാൻസ് ഉണ്ട്. സോ വെരി ഹാപ്പി വിത്ത് ദ വിക്ടറി. കഴിഞ്ഞ മാച്ച് കുറച്ച് ടഫായിരുന്നു. ഞാൻ ഈ ടഫും ഈസി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഈ പ്രേക്ഷകരുടെ കൂടെ കളി കാണുന്ന ആളുടെ കൂടെ പറയാണ്. കഴിഞ്ഞ കുറച്ചും കൂടി ഒരു ടഫായിരുന്നു, എങ്കിലും ഒരു ഡ്രോ പിടിക്കാൻ പറ്റി.
കാരണം നമ്മള് ഇതുവരെയുള്ള എല്ലാ 7 മാച്ചിലും നമ്മള് ഒരു മാച്ച് നമ്മൾ തോറ്റിട്ടില്ല, ഒരു മാച്ച് നമ്മൾ ലീഡ് കൊടുത്തിട്ടില്ല. അപ്പൊ ഈ ടീമിന്റെ വലിയൊരു വോളിയമാണ് നമ്മൾ എല്ലാ ടീംസും നമ്മൾ മെസ്സേജ് കൊടുക്കുന്നത്. അപ്പൊ ലാസ്റ്റ് മാച്ച് ആണെങ്കിലും നല്ലൊരു MP ഒരു രഞ്ജി ട്രോഫി ചാമ്പ്യൻ സൈഡാണ്. അവരുടെ ഫുൾ ടീമായിട്ടാണ് നമ്മൾ കളിച്ചത്. അവർ നമ്മൾ ലീഡ് അടിച്ചു, പ്ലസ് നമുക്ക് ആ കളി സേവ് ചെയ്യാൻ പറ്റി. അപ്പൊ ആ ഒരു 3 പോയിന്റ്സ് ഭയങ്കര ക്രൂഷ്യലായിരുന്നു നമ്മുടെ ഈ ഒരു 28 പോയിന്റ്സിൽ. സോ ഇനിയും ഓരോ സ്റ്റെപ്പ് വഴി കയറാനുണ്ട്. കഴിഞ്ഞ മാച്ചിൽ നിതീഷ് നന്നായിട്ട് കളിച്ചു, സൽമാൻ കളിച്ചു, ഇപ്പൊ വീണ്ടും സൽമാൻ സെഞ്ചുറി അടിക്കുന്നു. ജലജാണ് ഈ മാച്ചിൽ ബൗളിംഗ് സൈഡിൽ വന്നത്. ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ? അല്ല, എവറി ഗെയിംസ് നമുക്ക് എന്തായാലും ഒരു 3-4 ഹീറോസ് നമ്മൾ എല്ലാ മാച്ചിലും തൊട്ടുണ്ട്. ഫസ്റ്റ് മാച്ച് തൊട്ട് എല്ലാ മാച്ചിലും ഉണ്ട്. അപ്പം ഈ ഒരു 2 മാച്ചിൽ ജലജ് കൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ കാലിനോട് ചെയ്യുന്നു. സൽമാൻ ഈ വർഷം നല്ലൊരു ഫോമിൽ വരുന്നു. ഇവൻ എവറി പ്ലെയർ ഷോനും ഒരു ഹാൻഡി നോക്ക് കളിക്കുന്നു. അപ്പൊ നമുക്ക് ആൾക്കാർ ലൈക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്ന് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അടുത്ത ഹോപ്പ് എന്താണ്? ഇനി അടുത്ത മാച്ച് നോക്കൌട്ടാണ്, ക്വാർട്ടറിലേക്ക് കടക്കുകയാണ്. ആരാണ് എതിരാളികളിൽ നിന്ന് എന്തെങ്കിലും സൂചനകൾ ലഭിക്കാറായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ നമ്മൾ അവരുടെ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുംബൈ, ജമ്മു കാശ്മീർ ആൻഡ് ബറോഡ. അപ്പൊ ആ ടീമിൽ ഒരു ടീമായിരിക്കും. ഏതായാലും കോട്ടം ജയിക്കട്ടെ, സെമി ജയിക്കട്ടെ, തവണ ചാമ്പ്യന്മാരാകട്ടെ. വളരെ മനോഹരമായ ഒരു സീസൺ സച്ചിനുമാണ്. സച്ചിൻ ഈ മാച്ചിൽ അത്ര പ്രതീക്ഷയ്ക്കൊത്ത് നമ്മുടെയൊക്കെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സച്ചിൻ അതിമനോഹരമായി കേരളത്തിന്റെ എക്കാലത്തെ ഒരു ലെജൻഡറി താരമായി, ലെജൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന സച്ചിനാണ് കേരളം നയിക്കുന്നത്. കേരള ടീമിന് എല്ലാവിധ ആശംസകളും. പൂർണ്ണമാകുന്ന ന്യൂസ് അപ്ഡേറ്റ്സ് ഇനി ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസ് കാണാം.